നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ കണ്ടീഷനിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാനും നിഫ്റ്റി 50യിലെ സ്റ്റോക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എൻട്രീസ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതായ അനാലിസിസ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് SBIN, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമ്മളെപ്പോഴും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തേണ്ടതായിട്ടുണ്ട് സ്റ്റോക്കിനെ പറ്റി. അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിഫ്റ്റി 50യിലെ സ്റ്റോക്സ് നമ്മൾ പിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഏകദേശം ഒരു ആവറേജ് രീതിയിൽ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ടെക്നിക്കലി നല്ല സ്റ്റോക്സ്, നല്ല പ്രൈസ് മൂവ്മെൻറ്റ് തരുന്ന സ്റ്റോക്സിൽ നമ്മൾ എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതല്ല, നിഫ്റ്റി 50ക്ക് പുറമേ ഉള്ള സ്റ്റോക്സാണ് നിങ്ങൾ ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫണ്ടമെൻ്റൽ അനാലിസിസ് നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം മാത്രം ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം നിഫ്റ്റി 50യിലെ സ്റ്റോക്സ് ആണെങ്കിലും ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഇടയ്ക്ക് നമ്മൾ ലോങ് ടൈമിൽ എൻട്രി എടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യണം എന്നുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഈ ഒരു ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു സ്റ്റോക്ക് ഇപ്പം കറൻ്റ്ലി 531 എന്ന പ്രൈസിലാണ് ക്ലോസിങ് തന്നിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു 630 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 530 എന്ന റീജിയനിലാണ് ഇപ്പം സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊരു അത്യാവശ്യം മോശമില്ലാതെ ഒരു കറക്ഷനിലാണ്, നമുക്ക് ഏകദേശം 15-20% കറക്ഷനിലാണ് സ്റ്റോക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഈ ഒരു റീജിയൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു റീജിയൻ നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസും സപ്പോർട്ടും ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളൊരു റീജിയനാണ്. അപ്പം അതുപോലെ തന്നെ ഈ പോയിൻറ്റ്സ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ലഭിക്കും. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ആകുന്ന ഒരു റീജിയനാണ് ഈ ഒരു 500-530 എന്ന റീജിയൻ. അപ്പോൾ നമുക്ക് ലോങ് ടൈമിലേക്ക് ഈ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 500-530 റീജിയനിൽ നമുക്ക് ഒന്നുകിൽ കുറച്ച് എമൗണ്ട് മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് വീണ്ടും ആവറേജ് ചെയ്യണം എന്നുള്ള മെത്തേഡിൽ. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയനും ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് വരാം. ഒരിക്കലും അവിടെ നിന്ന് തന്നെ അപ്സൈഡ് മൊമെൻറ്റം കിട്ടണമെന്നില്ല. അപ്പം ആ ഒരു റീജിയൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ അടുത്ത ലെവലും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതല്ല, ഇൻ കേസ് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ അടുത്ത എൻട്രി എവിടെ എടുക്കാൻ സാധിക്കും. നമ്മൾ നിഫ്റ്റി 50 പോലെയുള്ള കമ്പനികളിലാണ് നമ്മൾ ആവറേജിങ് എന്ന മെത്തേഡ് യൂസ് ചെയ്യാവുള്ളൂ. ബാക്കിയുള്ള ഏത് സ്റ്റോക്കിൽ നമ്മൾ ആവറേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം ആവറേജിങ്ങിലേക്ക് പോവുക. അപ്പം ഈ ഒരു റീജിയനിൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് റീജിയനായിട്ട് നമുക്ക് ഈ ഒരു റീജിയൻ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഏകദേശം 430 റീജിയനാണ്. അപ്പോൾ ഈ ഒരു 430 റീജിയനിൽ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ഈ 430 റീജിയനിൽ വന്ന ഒരു റെസിസ്റ്റൻസ് എടുത്തു. അതിനുശേഷം ക്ലിയർ ആയിട്ടൊരു കൺസോൾട്ടേഷൻ, അതിനുശേഷം വീണ്ടും അത് ഒരു സപ്പോർട്ട്, വീണ്ടും സപ്പോർട്ട് എടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 430 എന്ന റീജിയണ് നമ്മൾ കൺസിഡർ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു 500-530 430, അപ്പം ഈ ഒരു രണ്ട് റീജിയൻസിൽ നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഫസ്റ്റ് എൻട്രി വേണമെങ്കിൽ ചെറിയൊരു ക്യാപിറ്റൽ എൻട്രി എടുക്കാം, താഴെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ എമൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്കാണ്. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2021, 2022, ഇപ്പം 2023 എത്തിയിരിക്കുന്നു. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഏകദേശം ഒരു 1650 റീജിയണിൽ നിന്ന് ഒരു 2000 റീജിയൺ സംതിങ്ങിലേക്കാണ് ഈ ഒരു സ്റ്റോക്ക് ഒരു മൂവ്മെൻറ്റ് തന്നിരുന്നത്. ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ടൈമിൽ ഇങ്ങനെ മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു സ്റ്റോക്ക് വീണ്ടും ഈ ഒരു റീജിയണിൽ ഒരു സപ്പോർട്ട് എടുത്തേക്കാം.
അപ്പം നമുക്ക് ഈ ഒരു 1650 എന്ന റീജിയണിൽ ഈ ഒരു കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഒരു ലോങ് ടൈമിലേക്ക് വേണ്ടി. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുമ്പം തീർച്ചയായിട്ടും വീണ്ടും ഈ ഒരു റീജിയണിലേക്കൊക്കെ ഒരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ 2000 റീജിയണിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുന്ന ക്യാപിറ്റലിൻ്റെ പകുതി ക്വാണ്ടിറ്റി നമുക്ക് ഈ ഒരു റീജിയണിൽ ബുക്ക് ചെയ്യാം. ഈ ഒരു റീജിയണിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ നമ്മുടെ ബാക്കിയുള്ള ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഒരു സൈഡ് വേസ് മാർക്കറ്റിലാണ് ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപക്ഷെ ഈ ഒരു റീജിയണൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് മുകളിലേക്കാണ് നമുക്ക് തരുന്നതെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഫ്യൂച്ചറിൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇത് മന്ത്ലി ചാർട്ടാണ്. അപ്പം വളരെ വലിയ ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു റീജിയണിലൊക്കെ വന്നിട്ട് അത് റിവേഴ്സൽ സംഭവിക്കാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അതല്ല, അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോരുകയാണെങ്കിലും നല്ലൊരു സ്റ്റോക്കാണ്, ക്വാളിറ്റി സ്റ്റോക്കാണ്. നമുക്ക് നെക്സ്റ്റ് ലെവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക്. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്കാണ് സൺഫാർമ. സൺഫാർമ നമുക്ക് കാണാൻ സാധിക്കും 2020 തൊട്ട് 2020, 2021, 22, ഇപ്പം 23 എത്തിയിരിക്കുന്നു. അതിമനോഹരമായിട്ട് നമുക്ക് ഈ ചാർട്ട് കാണാൻ സാധിക്കും. ക്ലിയർ ആയിട്ട് നമുക്ക് അപ് ട്രെൻഡ് കാണാൻ സാധിക്കുന്നു. ക്ലിയർ, ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഡൗട്ട്സും ഇല്ലാത്ത ഒരു ചാർട്ട്, ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈനെ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്ത് മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 984 എന്ന പ്രൈസിലാണ് നിൽക്കുന്നത്. ഏകദേശം ഈ ഒരു റീജിയൻ 950, 60 റീജിയനിലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഈ ഒരു റീജിയനിൽ നിന്ന് നല്ല റെസിസ്റ്റൻസ് എടുത്ത ഒരു റീജിയനാണ്. അപ്പം ആ ഒരു റീജിയനിൽ വീണ്ടും സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഏകദേശം 950, 60 റീജിയനിൽ ഈ ഒരു സ്റ്റോക്കിൽ ഒരു ഫസ്റ്റ് എൻട്രി കൺസിഡർ ചെയ്യാം. ഇൻ കേസ് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ടൈമിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഇതിൻ്റെ അകത്തും ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മുടെ ക്യാപിറ്റലിൽ എത്ര ക്യാപിറ്റലുണ്ടോ അതിൻ്റെ അകത്ത് എമൗണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാപിറ്റൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിലൊന്നുമല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ സൺഫാർമ പോലെയുള്ള മെഡിക്കൽ സെക്ടറിലും, അതുപോലെ തന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻസിങ് സെക്ടറിലും, അതുപോലെ തന്നെ മോട്ടോർ സെക്ടറിലും, ഇപ്പം പല എനർജി സെക്ടറിലും, ഓരോ സെക്ടറിലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടത്. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്ക്. ഇനി നമ്മുടെ നാലാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിൻസർവാണ്. ബജാജ് ഫിൻസർവൊക്കെ അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ ഒക്കെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്ത ഒരു സ്റ്റോക്കാണ്. അപ്പം ഈ ഒരു സ്റ്റോക്ക് കറൻ്റ്ലി 1900 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തതാണ് നമുക്ക് ഏകദേശം 1 ഇയർ മുമ്പ്. അതിനുശേഷം ഇപ്പം 1400 റീജിയനിലാണ് ഇപ്പം സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പോയിൻറ്റ്സ് വെച്ച് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ഒരു റീജിയനിലേക്ക് വരുന്നുണ്ട് ആ ഒരു ട്രെൻഡ് ലൈൻ. ഏകദേശം 1400 റീജിയനാണ്, 1350, 1400 റീജിയണിൽ നിന്ന് വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്ത് മുമ്പോട്ടാണ് സ്റ്റോക്ക് പോകുന്നതെങ്കിൽ അവിടെ നിന്ന് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ചെറിയ രീതിയിൽ മന്ത്ലിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ അതൊരു അപ്സൈഡ് മൂവ്മെൻറ്റും തന്നേക്കാം. അതല്ല, ആ ഒരു റീജിയൺ ബ്രേക്ക് ഡൗൺ തരികയാണെങ്കിൽ നെക്സ്റ്റ് റീജിയനായിട്ട് നമുക്ക് ഈ ഒരു 1050 റീജിയനാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ടും നല്ലൊരു കൺസോൾട്ടേഷൻ, അതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ട് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള റീജിയനാണ്. അപ്പോൾ ഇവിടെ നിന്നും വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 1400 എന്ന റീജിയനും 1050 റീജിയനും നമ്മൾ ഈ ഒരു ബജാജ് ഫിൻസർവിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരുപക്ഷെ ഇത് ഈ ഒരു റീജിയനിൽ ഒരു ചെറിയ എമൗണ്ട് നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം. ഇൻ കേസ് അത് താഴോട്ടാണ് പോരുന്നതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റീജിയനിൽ ഈ ഒരു റീജിയനിൽ അവറേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ നിഫ്റ്റി 50-ലെ 4 സ്റ്റോക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ വീഡിയോയിൽ. അപ്പം നമ്മൾ ഒരു ഫണ്ടമെൻ്റലി
നല്ല സ്റ്റോക്സ് ആയിരിക്കും നല്ല ഗ്രോത്ത് ഉള്ള സ്റ്റോക്സ് ആയിരിക്കും എപ്പോഴും നിഫ്റ്റി 50 എന്ന നമ്മുടെ ഇൻഡെക്സിൽ എപ്പോഴും നിൽക്കുന്നത്. അപ്പം ആ ഒരു നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിലെ നല്ല സ്റ്റോക്സിൽ നമുക്ക് നല്ല ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത സ്റ്റോക്സിൽ നമുക്ക് ഈ ഒരു മെത്തേഡ്സിൽ നമുക്ക് പതിയെ പതിയെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പം വളരെ വലിയ ടൈമൊന്നും ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരു എൻട്രി ഒക്കെ എടുക്കുക. അതിനുശേഷം ജസ്റ്റ് എപ്പോഴും പോയി നമ്മൾ വാച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്കാണോ പോകുന്നതെങ്കിൽ വീക്കിലിയിലോ അല്ലെങ്കിൽ മന്ത്ലിയിലോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ മന്ത്ലിയിൽ അല്ലെങ്കിൽ വീക്കിലിയിൽ ജസ്റ്റ് കമ്പനിയുടെ ന്യൂസസും അല്ലെങ്കിൽ കമ്പനിയുടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ക്വാർട്ടർലി റിസൾട്ട്സും ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിലെ സ്റ്റോക്സിൽ നടത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.